വെറും 3 ദിവസം കൊണ്ടേ ഒരു ബീട്രൂട്ട് വൈൻ ഉണ്ടാക്കിയാലോ. അതും നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബീട്രൂട്ട് വൈനാണ്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ പറയില്ല ബീട്രൂട്ട് ആണെന്ന്. ബീട്രൂട്ടിന്റെ റോ ടേസ്റ്റോ അങ്ങനെയൊന്നുമില്ല. എളുപ്പത്തിൽ തയ്യാറാക്കാം. ഇത് കണ്ടു കഴിഞ്ഞാൽ തോന്നും ഇതിനാണോ നമ്മൾ പണ്ട് കാലങ്ങളിലൊക്കെ ആരെങ്കിലും ഇച്ചിരി വൈന് തരുമോ എന്ന് പറഞ്ഞ് കാത്തുകാത്തിരുന്നത്. അപ്പം 1/2 കിലോ ബീട്രൂട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. 1/2 കിലോ ബീട്രൂട്ട് കൊണ്ടാണ് നമ്മളത് ഉണ്ടാക്കുന്നത്. ഇത് നമുക്ക് തൊലിയൊക്കെ ചെത്തി നല്ല വൃത്തിയായിട്ട് കഴുകി എടുത്ത് വരാം. ഇപ്പം ചെറിയ ചെറിയ ബീട്രൂട്ട് അതാ 4 എണ്ണം. വലുതാണെങ്കിൽ 1-2 എണ്ണത്തിലൊക്കെ തന്നെ 1/2 കിലോ ഉണ്ടാകും. കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഗ്രേറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ മിക്സിയിൽ മുറിച്ചിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി. ഒരുപാട് അരഞ്ഞു പോകരുത്. എല്ലാം ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല കളറുള്ള ബീട്രൂട്ട് ആണെന്നുണ്ടെങ്കിൽ വൈനിനും നല്ല കളറായിരിക്കും. ഇതിപ്പോൾ അത്യാവശ്യം നല്ല കളറൊക്കെ തന്നെയുണ്ട്. ഇത് നമുക്ക് മുഴുവനായിട്ടും കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പച്ചവെള്ളമാണ് ഒഴിക്കുന്നത്. 1 ലിറ്റർ വെള്ളമാണ് കേട്ടോ ഒഴിച്ചിട്ടുള്ളത്. ഇപ്പോൾ 1/2 കിലോ ബീട്രൂട്ട് എടുക്കുകയാണെങ്കിൽ 1 ലിറ്റർ വെള്ളം ഒഴിക്കാം. ഇനി അതിലേക്ക് നമുക്ക് ഒരു കഷ്ണം പട്ട ഇട്ട് കൊടുക്കാം. ഒരുപാടങ്ങ് കട്ടിയില്ല ഈ ഒരു പട്ടയ്ക്ക്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വലുപ്പത്തിലിട്ടത്. അധികമായി പോകണ്ട. പിന്നെ മസാല കുത്തലായിരിക്കും നമ്മുടെ വൈനിന്. വൈനിൻ്റെ ആ ഒരു തനതായിട്ടുള്ള ഒരു ടേസ്റ്റ് കിട്ടില്ല. ഇനി ഇതിലേക്ക് നമുക്കൊരു 3 ഗ്രാമ്പു ഇട്ട് കൊടുക്കാം. ഇനി ഏലക്ക ഇടണമെന്നുണ്ടെങ്കിൽ ഇടാട്ടോ. ഞാൻ ബീട്രൂട്ട് വൈനിൽ ഏലക്ക ഇടാറില്ല. ഇനി നമ്മൾ ചേർക്കുന്നത് ഒരു കഷ്ണം ഇഞ്ചി. അത് ചെറിയൊരു കഷ്ണം. അത് നമുക്ക് ചെറുതായിട്ടൊന്ന് കുത്തി ചതച്ച് കൊടുക്കാം. അരച്ചെടുക്കണ്ട, ചെറുതായിട്ടൊന്ന് ക്രഷാക്കിയാൽ മതി. അതൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് കുക്കർ അടച്ചു വെച്ച് ഒരു 2-3 വിസിൽ അങ്ങ് വെച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. അപ്പം ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ബീട്രൂട്ട് വൈനിന് ആ ഒരു റോ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നമ്മൾ തീ ഒന്നും കുറച്ച് വെക്കേണ്ട. 3 വിസിലും വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്നൊന്നും നോക്കണ്ട, അങ്ങനെ തന്നെ ഇരിക്കട്ടെ. നന്നായിട്ട് തണുത്ത് വരട്ടെ. ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി എടുക്കുന്ന പാത്രങ്ങൾ, സ്പൂണ്, കൈ ഒന്നും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാൻ പാടില്ല. ഞാനെപ്പോഴും ഇത് അരിച്ചൊക്കെ ഒഴിക്കാനായിട്ടുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് ചൂടാക്കി കൂടെ എടുക്കും. ആദ്യം ഒന്ന് തുടക്കി വന്നിട്ട് അടുപ്പത്ത് വെച്ച് ഒന്ന് ചൂടാക്കി ആ ചൂട് മാറിയതിന് ശേഷം ആണ് ഒഴിക്കുക. ചിലർക്കൊക്കെ വൈൻ ഉണ്ടാക്കുന്ന സമയത്ത് പുളിച്ചു പോകുന്നുണ്ട് എന്ന് കമൻറ്റ് ചെയ്യാറുണ്ട്. എന്താ ചെയ്യേണ്ടതെന്ന്. ഇതുപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി കേട്ടോ. അങ്ങനെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വൈൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ അരിപ്പ ഇപ്പോൾ നമ്മൾ കഴുകി തുടച്ചാൽ ഒരു കാരണവശാലും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളത്തിൻ്റെ അംശം പോവില്ല. കാരണം അത്രയും ചെറിയ ചെറിയ സുഷിരങ്ങളിലൊക്കെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നേരത്തെ കഴുകി ഉണക്കി വെച്ചിരിക്കുന്നത് വേണം എടുക്കാൻ. എന്നിട്ടൊന്ന് തുടച്ചെടുത്താൽ മതി. അതുപോലെ നമ്മൾ കുപ്പിയിലാണ് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് ഒഴിച്ചു വെക്കുന്നതെങ്കിൽ ആ കുപ്പി ഇതേപോലെ ഇപ്പോൾ കഴുകി തുടച്ചെടുക്കരുത്. നേരത്തെ കഴുകി നന്നായിട്ട് ഉണങ്ങിയിരിക്കുന്ന കുപ്പി എടുത്ത് തുടച്ചുപയോഗിക്കാം. നമുക്ക് കുക്കർ തുറന്നെടുക്കാം. ഇപ്പം നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്ക് പാത്രത്തിലേക്ക് ഈ അരിപ്പ വെച്ച് അതിലേക്ക് നമുക്ക് അരിച്ചങ്ങ് ഒഴിച്ചിട്ട് കൊടുക്കാം. മൊത്തം അരിച്ച് ഒഴിച്ചിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ നമുക്കിതിൽ ഉണ്ടാവും. അത് നമുക്കൊന്ന് പ്രസ് ചെയ്തങ്ങ് എടുക്കാം. മാക്സിമം അങ്ങ് ഊറ്റിയെടുക്കാം. ഇത്രയും മതി. ഇനി ഇത് നമുക്ക് വേറെ അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല കളറുണ്ട് കേട്ടോ. ഇത് നമ്മൾ വൈനായിട്ട് വരുമ്പോൾ നല്ല കളർ തന്നെയായിരിക്കും. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു 1.25 കപ്പ് പഞ്ചസാരയാണ്. ഇത് അധികം മധുരമില്ല. എന്നാൽ ഇത്രയും മധുരം വേണ്ടെങ്കിൽ ഒരു 1.5 കപ്പ് ഇട്ടാലും മതി. പക്ഷെ എന്നാലും ചെറിയൊരു മധുരമെങ്കിലും നമുക്ക് തോന്നണമെങ്കിൽ 1.25 കപ്പ് വേണം. മധുരം കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഇടാം. പക്ഷേ ഇത് മതി. ഇത് കറക്റ്റാണ്, പാകമാണ്. ഇനി സംശയം ഉണ്ടെങ്കിൽ കുറച്ചിട്ടിട്ട് പിന്നെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. നാളെ നമ്മൾ ഒന്ന് ഇളക്കി വെക്കുമല്ലോ, ആ സമയത്ത് മധുരം കുറവ് തോന്നുന്നെങ്കിൽ കുറച്ചുകൂടെ വേണേൽ ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഇളക്കി നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കാം. അത് ഒരുവിധം മെൽട്ടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇത് മാത്രമേ നമ്മൾ ഈ ഒരു വൈനിൽ ചേർക്കുന്നുള്ളൂ കേട്ടോ. ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു പിടി ഗോതമ്പ് ചേർത്ത് കൊടുക്കാം. ഗോതമ്പ് കഴുകി ഉണക്കിയത് വേണം ചേർക്കാനായിട്ട്. അതും പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അത് എന്തായാലും ഗോതമ്പിൻ്റെ ഉള്ളിലേക്ക് വെള്ളത്തിൻ്റെ അംശം പോകില്ല. അല്ലെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളത്തിൽ കഴുകി ഇട്ട് കൊടുക്കാം. പക്ഷെ ഞാൻ ഇടാറില്ല. ഇത് മാത്രം മതി. നല്ല സ്ട്രോങ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള വൈൻ കിട്ടും. കുറച്ച് സമയം ഒന്ന് ഇളക്കുമ്പോഴത്തേക്കും ആ ഈസ്റ്റൊക്കെ അതിലങ്ങ് ചേർന്ന് പോയിക്കോളും. ഇനി നമുക്ക് ഏത് പാത്രത്തിലാണോ ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കേണ്ടത് അതിലേക്ക് ഒഴിച്ചു വെക്കാം. ഞാനിപ്പോൾ ഈ ഒരു കുപ്പിയാണ് എടുത്തിട്ടുള്ളത്. കുപ്പിയിലായാലും പാത്രത്തിലായാലും ഒരു 1/4 ഭാഗത്തോളം വൈന് ഒഴിച്ചു വെക്കാവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പുറത്തോട്ട് ചാടിപ്പോകും. ഇതിപ്പം 1/4 ഭാഗം ഒഴിച്ചിട്ടുണ്ട്. ഇനി കുപ്പിയിൽ ഒഴിച്ച് വെക്കണമെന്നില്ല. നമ്മളിപ്പോൾ 3 ദിവസമല്ലേ വെക്കുന്നുള്ളൂ. ഈ ഒരു പാത്രത്തിൽ തന്നെ വെച്ചിരുന്നാൽ മതി. വലിയ പാത്രമാണെങ്കിൽ അതിൽ തന്നെ വെച്ചിരുന്നാൽ മതി. അപ്പം 1/4 ഭാഗം ഒഴിച്ചിട്ടുണ്ട്. ബാക്കി ഞാൻ ഈ ഒരു പാത്രത്തിൽ തന്നെ അങ്ങ് വെക്കുകയാണ്. നമ്മൾ ആദ്യം എടുക്കുമ്പോൾ തന്നെ വലിയൊരു പാത്രം എടുക്കുകയാണെങ്കിൽ അതിൽ തന്നെ വെച്ചിരുന്നാൽ മതിയാകും. നമുക്ക് അടച്ച് അനക്കാതെ അങ്ങ് മാറ്റി വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ രാവിലെയാണ് കുപ്പിയിലൊക്കെ ഒഴിച്ച് വെച്ചിട്ടുള്ളത്. ഇനി നാളെ രാവിലെ ഇതേ സമയത്ത് തന്നെ എടുക്കാം. നെക്സ്റ്റ് ഡേ രാവിലെ നമ്മളിതൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കുന്ന സമയത്തും
ഈ സ്പൂണിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവരുത്. പണ്ടൊക്കെ ഉള്ളവർ പറയും മരത്തവി കൊണ്ട് ഇളക്കണമെന്ന്. മരത്തവി കൊണ്ട് ഇളക്കുന്നത് നല്ലതാണ്, പക്ഷേ മരത്തവി ആണെങ്കിലും ഉണങ്ങിയിരിക്കുന്ന മരത്തവി എടുക്കാൻ, അപ്പം കഴുകി തുടച്ചെടുക്കരുത്. അത് മെയിനായിട്ടൊരു കാര്യമാണ് ഇത് ചീത്തയാവാനായിട്ടുള്ളത്. കാരണം പലരും മരത്തവി വേണമെന്ന് പറഞ്ഞ് മരത്തവി അപ്പം കഴുകും, നന്നായിട്ടൊന്ന് തുടച്ച് വൃത്തിയാക്കും, റൈനിട്ട് ഇളക്കും. അപ്പം ആ തവിയൽ വെള്ളത്തിൻ്റെ അംശം നന്നായിട്ടുണ്ടാകും. അത് അത്ര പെട്ടെന്ന് ഉണങ്ങി പോകില്ല. അത് വെയിലത്ത് വെച്ച് ഉണക്കിയാലേ വെള്ളം മുഴുവൻ വലിഞ്ഞു പോവുള്ളൂ. അപ്പോൾ അത് മെയിനായിട്ടൊരു കാര്യമാണ് വൈൻ ചീത്തയാവാനുള്ളത്. ഞാനിപ്പോൾ അതുകൊണ്ട് സ്റ്റീലിൻ്റെ സ്പൂൺ തന്നെ ഇട്ടിട്ട് ഇളക്കുക. അത് മതി. നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. നാളെ രാവിലെ എടുക്കാം. ഇപ്പോൾ നെക്സ്റ്റ് ഡേയും അതേപോലെ ഇങ്ങനെ ഇളക്കുക. നല്ല വൈനിൻ്റെ മണം ആട്ടോ. ഇന്നലെ എടുക്കുമ്പോൾ തന്നെ ഞാൻ പറയാൻ വിട്ടുപോയത്, ഇന്നലെ എടുക്കുമ്പോൾ തന്നെ വൈനിൻ്റെ മണം വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് ശരിക്കും അസല് വൈനിൻ്റെ മണം. ഇപ്പം ശരിക്കും ടേസ്റ്റും വൈനിൻ്റെ ആ ഒരു ടേസ്റ്റ് വന്നിട്ടുണ്ട്. നാളെയും കൂടെ വെക്കുമ്പോൾ ആ പെർഫെക്റ്റ് ടേസ്റ്റിലേക്ക് വരും. അപ്പോൾ ആദ്യം നമുക്ക് ഇളക്കുമ്പോൾ പതയൊന്നും വരില്ല. ഇതിപ്പോൾ നമ്മൾ ഇളക്കുമ്പോഴത്തേക്കും നന്നായിട്ട് പതഞ്ഞിങ്ങനെ പൊങ്ങി വരും. അടച്ച് വെച്ച് കൊടുക്കാം. 2 പാത്രവും അടച്ചങ്ങ് വെച്ച് കൊടുക്കാം. നാളെ എടുക്കാം. ഇപ്പം 3ാമത്തെ ദിവസമാണ് നമ്മൾ വൈൻ എടുക്കാൻ പോവാണ്. ഇതിപ്പം സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള കുപ്പിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഫണൽ വെച്ച് അതിലൊരു വൃത്തിയുള്ള വെള്ളത്തുണി വെച്ച് അതിൽ കൂടെ അരിച്ചങ്ങ് ഒഴിക്കാം. അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല, എന്നാലും നല്ല ക്ലിയർ ആയിട്ട് കിട്ടണ്ടേ. അതുകൊണ്ട് തുണി വെച്ച് അരിച്ചെടുക്കാം. ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം എല്ലാവരും എടുത്ത് കുടിച്ചു കേട്ടോ. 2 ദിവസമായപ്പോഴത്തേക്കും തന്നെ നല്ല സ്ട്രോങ് ആണ്. ഇന്നലെ ആകുമ്പോഴത്തേക്ക് അത്ര ഒരുപാട് അങ്ങ് സ്ട്രോങ് അല്ല, എന്നാലും അത്യാവശ്യം നല്ല സ്ട്രോങ് ആണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ കഴിക്കാനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പരുവത്തിന് നല്ലതായിരിക്കും. ഇത് വെക്കും തോറും ഇനിയും സ്ട്രോങ് ആയി വരും. കഴിഞ്ഞ വർഷം മുന്തിരി വൈൻ ഇട്ടത് ഇപ്പോഴും എൻ്റെ കബോർഡിൽ ഇരിപ്പുണ്ട്. അത് ഭയങ്കര സ്ട്രോങ് ആണ്. നമുക്കത് കുടിക്കുമ്പോൾ നമുക്കിങ്ങനെ പൊള്ളിപ്പോകും, അത്രയും സ്ട്രോങ് ആണ്. വൈനിൻ്റെ മധുരം എന്ന് പറയുമ്പോൾ പലർക്കും പലതരത്തിലായിരിക്കും വേണ്ടത്. ചിലർക്ക് തീരെ മധുരം വേണ്ടി വരില്ല, എന്നാൽ ചിലർക്ക് അത്യാവശ്യം നല്ല മധുരമുള്ള വൈനായിരിക്കും ഇഷ്ടം. എനിക്ക് മധുരമുള്ള വൈനാണ് കേട്ടോ. പക്ഷേ ഇതെന്നാൽ അത്രയ്ക്ക് ഭയങ്കര മധുരമൊന്നുമില്ല, ഒരു നോർമൽ വൈനിൻ്റെ മധുരം തന്നെ. ഇപ്പോൾ ഇതിൻ്റെ അടിയിൽ മട്ടുണ്ട്. നമ്മളിപ്പോൾ ഇന്നലെ അനക്കാതെ വെച്ചതല്ലേ. അപ്പോൾ ഇത് കുപ്പിയിലൊഴിച്ച് അനക്കാതെ 2-3 ദിവസം വെക്കുമ്പോഴത്തേക്കും അടിയിൽ ഇങ്ങനെ മട്ടൊക്കെ ഊറി വരും. വൈന് നല്ല ക്ലിയർ ആയിട്ട് വരും. വൈൻ ക്ലിയർ ആവാൻ വെക്കുക എന്നൊരു പ്രോസസ്സാണത്. നമുക്കിത് വൈൻ ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. ഇത്രയൊന്നും കുടിക്കില്ല, ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഒഴിക്കുന്നതേ ഉള്ളൂ. നല്ല കളറല്ലേ കാണാനായിട്ട്, നല്ല ഭംഗിയുണ്ട്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി, നല്ല സ്ട്രോങ് ആണ്. 3 ദിവസം കൊണ്ട് ഉണ്ടാക്കിയ വൈനാണെന്നൊന്നും പറയേയില്ല. അപ്പോൾ ഇപ്രാവശ്യത്തെ ക്രിസ്മസിന് ബീട്രൂട്ട് വൈൻ ഉണ്ടാക്കാം അല്ലേ. ബീട്രൂട്ട് കേക്കിൻ്റെ റെസിപ്പി ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. ഒരുപാട് പേര് ഉണ്ടാക്കി ഫോട്ടോസൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഈ ഒരു ബീട്രൂട്ട് വൈനും കൂടി ആയാൽ ക്രിസ്മസ് അടിപൊളിയായി. അപ്പോൾ ഫീഡ്ബാക്ക് ഒന്നും അറിയിക്കാൻ മറക്കല്ലേ. അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.